أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ ബഖറയുടെ 86-ാമത്തെ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളോട് കൽപ്പിച്ച വിഷയങ്ങളിൽ അവർ ആ വിഷയങ്ങളിൽ ചിലത് വിശ്വസിക്കുകയും ചിലത് അവിശ്വസിക്കുകയും ചെയ്തതിനെ വിമർശിച്ചുകൊണ്ട്, അതുപോലെ അവർക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത്. മദീനയിൽ താമസമാക്കിയ യഹൂദികൾ അവർ അവരുടെ ഭൗതികമായ താല്പര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാഹു അവർക്ക് നൽകിയ കൽപ്പനകൾ അവഗണിച്ചു കളഞ്ഞതിനെ പരലോകത്തിന് പകരം ഇഹലോക ജീവിതം വിലക്ക് വാങ്ങിയതായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിശേഷിപ്പിച്ചത്. ഉലൈകല്ലദീന ഇശ്തറഉൽ ഹയാത്തദ് ദുനിയാ ബിൽ ആഖിറത്ത്. അക്കൂട്ടർ പരലോകത്തിന് പകരം ഇഹലോക ജീവിതം വാങ്ങിയിട്ടുള്ളവരാണ്. ഫലാ യുഖഫഫു അൻഹുൽ അദാബു വലാ ഹും യുൻസറൂൻ. ആകയാൽ അവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല, അവർ സഹായിക്കപ്പെടുന്നതുമല്ല. ഇവിടെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അവഗണിച്ചുകൊണ്ട് ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നാളെ വരാനിരിക്കുന്ന പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുത്ത് സ്വർഗപ്രവേശനം കരസ്ഥമാക്കേണ്ട വിശ്വാസികൾ, അവർ ആ പരലോകത്തിലെ വിജയത്തിന് പകരം ഇവിടെ താൽക്കാലികമായ നൈമിഷികമായ ഇഹലോക ജീവിതമാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടമാണ് സഹോദരങ്ങളെ. ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മറന്നു ജീവിക്കുന്ന, അള്ളാഹുവിനെ സ്മരിക്കാതെ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാത്ത ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് സഹോദരങ്ങളെ നാളെ പരലോകത്ത് ലഭിക്കാനുള്ളത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, സ്വർഗവാസികൾ ആരാണ്? ഈ സ്വർഗവാസികൾ അവർ അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുത്ത് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിയ ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ്. ആ സ്വർഗവാസികൾ പറയുന്നതായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. സ്വർഗവാസികൾ അവർ ഒരു സമയത്തെ ചൊല്ലി മാത്രമായിരിക്കും പ്രയാസപ്പെടുക എന്നാണ്. അതേതാണ് ആ സമയം? ആ സമയം ദുനിയാവിൽ അവരെ കടന്നുപോയ സമയമാണ്. അതിൽ അവർ അള്ളാഹുവെ സ്മരിച്ചിട്ടില്ല എന്ന് ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്ത, ഇമാം അൽബാനി റഹിമഹുള്ള സ്വഹീഹാണ് എന്ന് വിശേഷിപ്പിച്ച ഒരു ഹദീസിൽ കാണാം. സഹോദരങ്ങളെ, ഇവിടെ സ്വർഗക്കാരായ ആളുകളാണ് അള്ളാഹുവിനെ സ്മരിക്കാതെ തങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയ ഈ ഭൂമിയിലെ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും വളരെ നഷ്ടബോധത്തോടു കൂടി ഓർമ്മിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അലാ ഇന്നദ് ദുനിയാ മൽഊന. അറിയുക, നിശ്ചയം ദുനിയാവ് അത് ശപിക്കപ്പെട്ടതാണ്. മൽഊനും മാ ഫീഹാ, അതിലുള്ളതും ശപിക്കപ്പെട്ടതാണ് എന്ന്. എങ്ങനെ? ഈ ദുനിയാവും അതിലുള്ളതുമെല്ലാം അതെല്ലാം ശപിക്കപ്പെട്ടതാണ്. ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാ വആലിമുൻ ഔ മുതഅല്ലിമുൻ. അല്ലാഹുവിനെ സ്മരിക്കലും അഥവാ അല്ലാഹുവിനെ ദിക്റെടുക്കലും അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന സൽപ്രവർത്തികളും ഒരു അറിവ് തേടുന്നവനും അല്ലെങ്കിൽ ഒരു അറിവ് നൽകുന്നവനും അല്ലാതെ ഈ ദുനിയാവിലുള്ളതെല്ലാം ശപിക്കപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ രേഖപ്പെടുത്തിയ ഹദീസ സഹോദരങ്ങളെ. ഇമാം അൽബാനി റഹിമഹുള്ള സ്വഹീഹാണ് എന്ന് വിശേഷിപ്പിച്ച ഹദീസ്. ഈ ഹദീസ് ദിക്റിന്റെയും അമലിന്റെയും ഇൽമിന്റെയും ഒക്കെ മഹത്വങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുള്ള ഒരു ഹദീസാണ്. പക്ഷെ ആർക്കാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്മരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ജീവിക്കുവാൻ വേണ്ടി സാധിക്കുക? അത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, അള്ളാഹുവിൻ്റെ ദീനിന് പ്രാധാന്യം കൊടുക്കുന്ന തഖ്വയുള്ള ആളുകൾക്കാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കുക. പക്ഷേ ഇന്ന് എത്രയോ വിശ്വാസികൾ ഈ കാര്യങ്ങൾ പരിഗണിക്കുന്നില്ല. അവർ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അല്ലെങ്കിൽ ഇസ്ലാമിലെ അനുഷ്ഠാന നിയമങ്ങൾ
അവർ അത് ശരിവെച്ച് സമ്മതിക്കുകയും എന്നിട്ട് യഹൂദികൾ പ്രവർത്തിച്ചതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ ചിലത് മാത്രം സ്വീകരിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ പാടെ അവഗണിച്ച് കളയുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 86-ാമത്തെ ആയത്ത് ചർച്ച ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, യഹൂദികൾക്ക് അള്ളാഹു നൽകിയ ഈ താക്കീതും അതുപോലെ തന്നെ അള്ളാഹു അവരെ ആക്ഷേപിച്ചു സംസാരിച്ചതും അത് ഈ ഉമ്മത്തിനും ബാധകമാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ എന്ന് പറയുന്നത് അത് നമ്മൾ പ്രാധാന്യത്തോടു കൂടി എടുത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ് സഹോദരങ്ങളെ. അവിടെയൊന്നും ഭൗതിക താല്പര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ തൃപ്തി നേടാൻ വേണ്ടി ഒരിക്കലും തന്നെ സഹോദരങ്ങളെ ഇസ്ലാമിലെ അനുഷ്ഠാന കർമ്മങ്ങൾ അത് നമ്മൾ അവഗണിക്കുവാൻ പാടുള്ളതല്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് അത് വെറും ഒരു ചെറിയ കാലഘട്ടം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ഈ ദുനിയാവിലെ താല്പര്യങ്ങളുടെ പുറകെ പോയിക്കൊണ്ട് ഈ ദുനിയാവിൽ മുഴുകിക്കൊണ്ട് അതിൽ വഞ്ചിതരാകാതെ നാളെ വരാനിരിക്കുന്ന ശാശ്വതമായ പരലോക ജീവിതത്തിലെ സൗഭാഗ്യത്തിനു വേണ്ടി പണിയെടുക്കുകയാണ് വേണ്ടത് എന്ന് പണ്ഡിതന്മാര് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഗാഫിറിലെ 39-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ മതാ, എൻ്റെ ജനങ്ങളെ, ഈ ഐഹിക ജീവിതം, ഈ ദുനിയാവിലെ ജീവിതം അതൊരു താൽക്കാലിക വിഭവം മാത്രമാണ്. വൈനൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, തീർച്ചയായും പരലോകം അത് തന്നെയാണ് സ്ഥിരവാസത്തിനുള്ള ഭവനമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ യഹൂദികൾ പ്രവർത്തിച്ചതുപോലെ പരലോകത്തിന് പകരം ഇഹലോക ജീവിതം വിലക്ക് വാങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കോപം ക്ഷണിച്ചു വരുത്തുന്ന ദുർമാർഗികളെ പോലെ നമ്മളാകാൻ പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ ദീൻ യഥാവിധി ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മുസ്ലിമായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇത്രയും കാര്യങ്ങളാണ് സൂറത്തുൽ ബഖറയുടെ ഈ 86-ാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസർ ബിൻ ഹംസ ഹഫിളഹുല്ലാഹ് അദ്ദേഹം അയച്ചു തന്ന ഈ ആയത്തിന്റെ പാരായണം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് പഠിക്കുവാനായി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ തൃപ്തിപ്പെടുന്ന അവന്റെ ഉത്തമദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.